പ്രപഞ്ചത്തിലെ അദൃശ്യമായ ഭീഷണികളെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഏറ്റവും പുതിയൊരു സംഗ്രഹമാണിത്. അന്യഗ്രഹ ജീവികൾ മുതൽ ഭയപ്പെടുത്തുന്ന പ്രതിഭാസങ്ങൾ വരെ ബഹിരാകാശം നമുക്കെത്രത്തോളം അപകടകരമാണെന്ന് ഈ വിശകലനം ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. ഒന്നാമതായി ഡാർക്ക് ഫോറസ്റ്റ് സിദ്ധാന്തം നോക്കാം. കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ടായിട്ടും നമ്മളെന്താ അന്യഗ്രഹ ജീവികളെ കാണാത്തത്? വിഭവങ്ങൾ പരിമിതമായതുകൊണ്ട് സ്വന്തം നിലനിൽപ്പിനായി നാഗരികതകളെല്ലാം ഇരുണ്ട കാട്ടിലെ ഇരകളെപ്പോലെ ഒളിച്ചിരിക്കുകയാണത്രേ. അബദ്ധത്തിൽ കണ്ടുമുട്ടിയാൽ അവരൊരുപക്ഷേ നമ്മളെ ആദ്യം തന്നെ ആക്രമിച്ചേക്കാം. രണ്ടാമതായി ഗാമാ റേ ബേസ്റ്റുകൾ എന്ന പ്രകൃതിദത്ത ഭീഷണി. കേൾക്കുമ്പോൾ തന്നെ പേടിയാകും. സൂര്യൻ തന്റെ 1000 കോടി വർഷങ്ങൾ കൊണ്ട് പുറത്തുവിടുന്ന ഊർജം വെറും നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ വലിയ സ്ഫോടനങ്ങൾ പുറന്തള്ളുന്നത്. ഭൂമിക്ക് നേരെ ലക്ഷ്യം തെറ്റിവരുന്ന ഒരു വമ്പൻ കോസ്മിക് സ്നൈപ്പർ തോക്ക് പോലെയാണിവ. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ഭൂമിയിലൊരു വലിയ വംശനാശം തന്നെ ഉറപ്പാണ് കേട്ടോ. അവസാനമായി, ഇനി ഇതൊന്നുമില്ലെങ്കിൽ പോലും ബഹിരാകാശം നമ്മുടെ ശരീരത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. നാസയുടെ പഠനങ്ങൾ പറയുന്നത് അവിടുത്തെ റേഡിയേഷനും ഗുരുത്വാകർഷണമില്ലായ്മയും നമ്മുടെ പ്രതിരോധശേഷിയെ സാരമായി ബാധിക്കുമെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബഹിരാകാശത്ത് ചിലവഴിക്കുന്ന ഓരോ മാസവും നമ്മുടെ അസ്ഥികളുടെ ബലം 1.5% വരെയാണ് കുറയുന്നത്. അതായത് ഈ ഭൂമിക്കു പുറത്തൊരു ജീവിതത്തിന് നമ്മുടെ ശരീരം ഒട്ടും സജ്ജമല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അന്യഗ്രഹ ജീവികളായാലും പ്രകൃതിദത്ത സ്ഫോടനങ്ങളായാലും മനുഷ്യന്റെ അതിജീവനത്തെ പരീക്ഷിക്കുന്ന ഏറ്റവും ഭീകരമായൊരു പോർക്കളം തന്നെയാണ് ബഹിരാകാശം.